മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് സെറ്റിലേക്ക്. നാളെ ആരംഭിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയി. വാർത്തയുടെ വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നുണ്ട്. വിനിഷ, അങ്ങനെ നീണ്ട ഒരു കാത്തിരിപ്പിനൊടുവിൽ മഹാനടൻ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ഇതാ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ സന്തോഷം പങ്കിടുന്നത്? തീർച്ചയായും വളരെയധികം സന്തോഷം ശ്രീനിധി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 7 മാസത്തെ ഇടവേള കാലത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ച് കഴിഞ്ഞിരുന്ന സമയങ്ങൾ തന്നെയായിരുന്നു. ആരാധകരെല്ലാം തന്നെ ആ ആരാധകരെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ നിർമ്മാതാവ് കൂടിയായ ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹൈദരാബാദിൽ നാളെ തുടങ്ങാനിരിക്കുന്ന മഹേഷ് നാരായണൻ്റെ സിനിമ പാട്രിയറ്റിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്നിതാ ചെന്നൈ എയർപോർട്ടിൽ മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിതാ പ്രേക്ഷകർക്കായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം, നിറയെ ആരാധകരാണ് അദ്ദേഹത്തെ ചെന്നൈ എയർപോർട്ടിൽ സ്വീകരിച്ചത്. ചെക്ക് ഇൻ ചെയ്ത് അദ്ദേഹം വിമാനത്താവളത്തിനകത്തേക്ക് കയറി കഴിഞ്ഞു. 6 ഗാലോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്. ഹൈദരാബാദിലേക്ക് 7:30 മമ്മൂക്ക ഹൈദരാബാദിലെത്തും. നാളെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന മഹേഷ് നാരായൺ സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഈ സിനിമയുടെ ഏതാനും ഷെഡ്യൂളുകൾ മാത്രമേ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഷെഡ്യൂളുകളെല്ലാം UK-ലാണ്. പാട്രിയറ്റ് എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്നു എന്നുള്ള സിനിമയുടെ പ്രത്യേകത, എത്തുന്ന സിനിമ എന്നുള്ള പ്രത്യേകത കൂടി പാട്രിയറ്റിനുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ശേഷം മോഹൻലാൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അതും സ്വന്തം ഇച്ചാക്കയുടെ കൂടെ, പ്രിയപ്പെട്ട ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം അത് മമ്മൂക്കായ്ക്കുമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എത്തുന്ന ഒരു സിനിമയെക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും കാത്തിരിക്കുന്നത്. അതും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ജീവിതത്തിലെ വലിയൊരു പരീക്ഷ പാസ്സായി എന്ന് നമ്മുടെ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മമ്മൂക്ക ദ കിങ് ഈസ് ബാക്ക് എന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം മലയാളത്തിൻ്റെ മഹാതാരത്തെ, മഹാരാജാവിനെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. കാരണം അഭിനയിച്ചതൊന്നുമല്ല, ഇതുവരെ അഭിനയിച്ച് വെച്ചതൊന്നുമല്ല. ഇനിയും തേച്ച് മിനുക്കി ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. മലയാള സിനിമയിലേക്ക് ഒരുപാട് ഭാവപ്രകടനങ്ങൾ മമ്മൂക്കയിലൂടെ വരാനുണ്ട്. കണ്ടതൊന്നുമല്ല മമ്മൂക്ക, ഇനിയുമുണ്ട് മമ്മൂക്കയിലെ പ്രതിഭയെ വിളിച്ചിട്ട് കൊണ്ടുവരാനുള്ള നിരവധി സിനിമകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പാണ് ഇപ്പോഴിതാ കാത്തിരിപ്പിനൊരു ശുഭസൂചനമായ ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം. അദ്ദേഹം സിനിമ ലൊക്കേഷനിലേക്ക് എത്തുകയാണ് 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. അതുതന്നെയാണ് എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം മലയാളത്തിൻ്റെ താരരാജാക്കന്മാർ, മലയാളികളുള്ള സ്ഥലത്തെല്ലാം മലയാള സിനിമയെ സമ്പന്നമാക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന പേരുകളാണ്. അപ്പോൾ ആ മമ്മൂക്ക വീണ്ടും സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്നു, ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് മലയാള സിനിമയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ലോകമെമ്പാടുമുള്ള മലയാള സിനിമ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മുടെ മലയാള സിനിമയുടെ ലോക പ്രശസ്തി എത്തിച്ചത് മമ്മൂക്കയെ പോലുള്ള സിനിമാ താരങ്ങളാണ്. അപ്പോൾ ആ പ്രശസ്തി നമുക്കെല്ലാം ലോകത്തെല്ലായിടത്തും മലയാളികളെ തിരിച്ചറിയുന്നതും മലയാള സിനിമയെ തിരിച്ചറിയുന്നതും മമ്മൂക്കയുടെ പേരിലും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്ക് അതീതമാണ് ശ്രീനിധി. ഏതായാലും ചെന്നൈ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിക്കുകയാണ് ഹൈദരാബാദിലേക്ക്. 7:30 ഹൈദരാബാദിലെത്തും. നാളെയാണ് മഹേഷ് നാരായണൻ സിനിമ പാട്രിയറ്റിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഏതാനും ഷെഡ്യൂളുകൾ മാത്രമേ പാട്രിയറ്റിന് ഹൈദരാബാദിലുള്ളൂ. ബാക്കിയെല്ലാം UK-ലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഏറ്റവും വലിയ സന്തോഷം, വളരെ സ്റ്റൈലിഷ് ലുക്കിൽ അടിപൊളിയായി മമ്മൂട്ടി സ്ക്രീനിന് മുന്നിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ആ സന്തോഷകരമായ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം വിമാനത്തിൽ കയറാൻ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞു. പക്ഷേ ഈ ഒരു സമയം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാലും ഏറ്റവും വലിയ സന്തോഷമാണ് അദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നത് തന്നെ. മാധ്യമപ്രവർത്തകർക്കും അവിടെ കൂടിയിരുന്ന യാത്രക്കാർക്കൊക്കെ കൈവീശി ടാറ്റ പറഞ്ഞാണ് വിമാനത്താവളത്തിനുള്ളിലേക്ക് മമ്മൂക്ക പ്രവേശിച്ചത്. 7:30 ഹൈദരാബാദിലെത്തും. നാളെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രീനിധി.